പെരിഞ്ഞനം കൊറ്റംകുളം ടാഗോർ ലൈബ്രറിക്ക് പുതിയ കെട്ടിടമായി. കൊറ്റംകുളത്ത് പ്രവർത്തിച്ചിരുന്ന ടാഗോർ ലൈബ്രറി ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി പൊളിച്ചു നീക്കിയതിനെ തുടർന്ന് നഷ്ടപരിഹാര തുക ഉപയോഗിച്ച് പുതിയ സ്ഥലം വാങ്ങുകയും ഇതിൽ ET ടൈസൺ MLAയുടെ പ്രാദേശിക വികസന ഫണ്ട് 20 ലക്ഷം രൂപയും ബാക്കി തുകയും ചേർത്താണ് പുതിയ കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത്. ET ടൈസൺ MLA പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. കെട്ടിടത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടനത്തിന് സ്നേഹപൂർവ്വം അദ്ദേഹത്തെ കൊറ്റംകുളത്ത് NH-66 പണി ആരംഭിച്ചതോടുകൂടി ചില കെട്ടിടങ്ങളൊക്കെ നമുക്ക് മാറ്റേണ്ടി വന്നിട്ടുണ്ട്. അങ്ങനെ മാറ്റുമ്പോൾ മാറ്റുന്നതിൽ പ്രയാസം തോന്നിയ ഒരു കെട്ടിടമായിരുന്നു ടാഗോർ ലൈബ്രറി ആൻഡ് സ്റ്റഡി സെന്ററിന്റെ കെട്ടിടം. മനോഹരമായ കെട്ടിടമായിരുന്നു അന്നും. ഇപ്പൊ പുതുതായി പണിത കെട്ടിടവും അതിന്റെ മറ്റ് കെട്ടിടങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ, നമുക്കിവിടെ കണ്ടാൽ തന്നെ അവിടെ അകത്തുള്ളതൊക്കെ നോക്കി തന്നെ ഒരു വായനയുടെ അന്തരീക്ഷവും ഇരുന്നത് അവിടെ നമ്മുടെ സമയം ചെലവഴിക്കാൻ കഴിയുന്ന ഒരു അന്തരീക്ഷമൊക്കെ ഉണ്ടാവുന്ന തലത്തിലേക്ക് ഉള്ള കെട്ടിടം. തീർച്ചയായും നമുക്ക് നാടിന്റെ സമ്പത്ത് എന്ന് പറയുന്നത് നമ്മളെപ്പോഴും പലപ്പോഴും ചർച്ച ചെയ്യുന്നത് സമഗ്രമായിട്ടുള്ള വികസനം സംബന്ധിച്ചാണ്. സമഗ്രമായ വികസനത്തിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നതാണ് സാംസ്കാരികമായ ഒരു ജനതയെ ഉയർത്തിക്കൊണ്ടുവരിക. പല സംസ്ഥാനങ്ങളും നമുക്ക് വളരെ വിഷമകരമായ പരിസ്ഥിതികളെ കുറിച്ച് കേൾക്കുമ്പോൾ അതിന് ഒരു അപവാദമായി അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ വേണമെങ്കിൽ മറ്റ് സ്റ്റേറ്റിൽ ഉണ്ടായിരുന്നേക്കാൾ ആ പരുവത്തിൽ ഇങ്ങോട്ട് വരാതിരിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം കേരളത്തിന്റെ സാംസ്കാരിക രംഗത്തുണ്ടായിട്ടുള്ള നമ്മുടെ ഇടപെടലാണ്. അത് വളരെ കൃത്യമാണ്. നമുക്കിങ്ങനെ ഒരുമിച്ചിരിക്കുക, ഒരുമിച്ച് പ്രവർത്തിക്കുക, ഒരുമിച്ച് ആശയങ്ങൾ പങ്കുവയ്ക്കാൻ കിട്ടുന്ന അവസരം വേറെ ഏത് സ്ഥലത്താണ് അങ്ങനെ ഉണ്ടാവുക? അല്ലെ, വിഭിന്നങ്ങളായിട്ടുള്ള രാഷ്ട്രീയ ധാരകളോ രാഷ്ട്രീയ പ്രശ്നങ്ങളോ ഉള്ളപ്പോൾ വേണമെങ്കിൽ ഈ ഒരുമിച്ച് നടക്കുന്ന ബാബുരാജേട്ടനും അതുപോലെ രാധാകൃഷ്ണനും അതുപോലെ ബന്ധപ്പെട്ട ആളുകൾക്കും ആശയത്തിൽ ചിലപ്പോൾ ഒരുപക്ഷെ ഒന്നിച്ചായിരിക്കില്ല. പക്ഷെ അവർക്കൊരു ബുദ്ധിമുട്ടുമില്ല. ഒരു സാംസ്കാരിക പ്രവർത്തനത്തിൽ പൊതുവായി ആ കാര്യങ്ങളെയൊക്കെ ഒരു നല്ല വീക്ഷണകോണിലൂടെ കാണാൻ അവർക്ക്, എനിക്ക് തോന്നുന്നു, പിരിയാനാണ് വിഷമം, അകലാനാണ് അവർക്ക് വിഷമം. പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിനീത മോഹൻദാസ് അധ്യക്ഷയായി. മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CK ഗിരിജ മുഖ്യാതിഥിയായി. ജില്ലാ പഞ്ചായത്ത് അംഗം KS ജയ, പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സൈദ മുത്തുക്കോയത്തങ്ങൾ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ER ഷീല, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഹേമലത രാജ്കുട്ടൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം KA കരീം, താലൂക്ക് ലൈബ്രറി കൌൺസിൽ പ്രസിഡന്റ് KP രാജൻ, പെരിഞ്ഞനം സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് KS ദിലീപ് കുമാർ, ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി K മധുരാജ്, കോസ്റ്റ് ഫോർഡ് പ്രൊജക്ട് ഡയറക്ടർ PB സരിത, കെട്ടിട നിർമ്മാണ കമ്മിറ്റി ചെയർമാൻ CC ബാബുരാജ്, ലൈബ്രറി പ്രസിഡന്റ് KA അബ്ദുൾ റഷീദ്, ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. തുടർന്ന് വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു. ആഘോഷവേളകളിൽ സ്വർണ്ണ തിളക്കത്തിന്റെ സ്പർശമായി മുഗൾ ജ്വല്ലറി. അന്താരാഷ്ട്ര ഗുണനിലവാരമുള്ള BIS 916 സ്വർണ്ണാഭരണങ്ങൾ മാത്രം വിൽക്കുന്ന തൃപ്രയാറിലെ ഏക ജ്വല്ലറി മുഗൾ ജ്വല്ലറി. ഏറ്റവും പുതിയ മോഡലുകൾ, ഏറ്റവും കൂടുതൽ സ്റ്റോക്ക്, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകുന്നു. കേരള, കൽക്കട്ട, സിംഗപ്പൂർ, അറേബ്യ തുടങ്ങി ലോകോത്തര ഡിസൈനുകളുടെ വൈവിധ്യമാർന്ന സമന്വയം. സ്വർണ്ണ സൗന്ദര്യത്തിന്റെ രാജചിഹ്നം മുഗൾ ജ്വല്ലറി, NH17 റോഡ്, തൃപ്രയാർ. You're watching True Line News.